ചേട്ടാ, അന്ന് വളരെ ഞെട്ടലോടെയാണ് ഈ കേസെടുത്തു എന്നുള്ളൊരു സംഭവം അറിഞ്ഞത്. ആ ദിവസത്തെ ഒന്ന് ഓർത്തെടുക്കാമോ? എന്തായിരുന്നു സംഭവിച്ചത്? മാഡം ഇപ്പൊ പറഞ്ഞ ആ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യമാണ് എന്നോട് പോലീസുകാരും ചോദിച്ചത്. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചത്, ഇനി മേലെ നിങ്ങൾ ഇതേപോലെയുള്ള കേസുകളിൽ ഇടപെടുവോ എന്നുള്ളതാണ് എന്നോട് ചോദിച്ചത്. കാരണം ഇപ്പൊ കേസ് വന്നില്ലേ, ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിക്കാനല്ലേ, അതാണ് അവരും ചോദിക്കുന്നത്. കാരണം അവർക്കും സപ്പോർട്ടാണ്. അവരാണ് ഇതിനകത്ത് കൂടുതലും. കാരണം അവർക്ക് ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും, പാർട്ടിയുടെ എന്തെങ്കിലും പ്രഷറൊക്കെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉമാ തോമസും ഇവരെല്ലാവരും ഉള്ള സമയത്ത്, പൊളിക്കുന്ന സമയത്ത് ഞാൻ പുറത്തു നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുക. എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ ക്ലിപ്പൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ അകത്ത് കയറിയിട്ട് പോലുമില്ല. രണ്ടാമത്തെ ദിവസം, അതായത് വാർത്താസമ്മേളനം നടക്കുന്ന ദിവസം എല്ലാം കഴിഞ്ഞ്, വാർത്താസമ്മേളനം കഴിഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ 3 കസേര പുറത്ത് കിടക്കുന്നുണ്ട്. ഈ കസേര എടുത്ത് അകത്തിടാനാണ് അമ്മയെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 കസേര 3 പേരും കൂടെ കയറി എടുത്ത് അകത്തിട്ടു. ഈ അകത്തിട്ട ആ സമയത്താണ് ഇവർ എനിക്കെതിരെ കേസ് പറഞ്ഞേക്കുന്നത്. അന്നേരമാണ് ഈ മോഷണം നടത്തിയെന്ന് പറയുന്നത്. ഞാൻ അറിഞ്ഞിട്ടുമില്ല ഇന്ന് സംഭവം എന്നത്. എന്ത് പറയാനാ, വെറുതെ ഒരു ഇതുണ്ടാക്കുക, അത്രേ ഉള്ളൂ. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവരുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? അല്ല, അവരുടെ പ്രഷർ അനുസരിച്ചാണ് അവർ പറയുന്നത്. കാരണം അവർക്ക് കേസെടുക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾക്കെതിരെ കേസെടുക്കുമെന്ന് അവിടെ നിന്ന് ഭയങ്കര പ്രഷറാണെന്ന് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്കെതിരെ കേസെടുത്തിട്ട് ഞങ്ങളെ 10 ദിവസം ഇതേപോലെ പുറത്തുപോയി താമസിച്ച്, അങ്ങനെ അത് കഴിഞ്ഞ് ജാമ്യം കിട്ടിയ ശേഷമാണ് ഞങ്ങൾ തിരിച്ചുവിടെ വന്നത്. ഈ പാർട്ടിയിലേക്ക് ഇത് അറിയിച്ചിരുന്നോ? പാർട്ടിയുടെ ഒരു സമീപനം നിങ്ങൾ? പാർട്ടിയിലായിട്ട് എല്ലാം ഞങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഞങ്ങളുടെ കൂടെ ഉണ്ട്. കാരണം ബ്രാഞ്ച് വിളിച്ചിട്ട് ഇതേവരെ അവർ വന്ന് സംസാരിക്കുകയെ, നേതാക്കന്മാർ വന്ന് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരും വന്നിട്ടുമില്ല. അവർ സപ്പോർട്ട് ചെയ്ത് വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ വീട്ടിൽ വന്ന് അവർ മീറ്റിംഗ് കൂടി അവർ പോയി, അവർക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഞങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ഒരു പാർട്ടിക്കാരും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇവിടെയുള്ള ലോക്കൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച് തന്നെ ഇല്ലാണ്ടായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ബ്രാഞ്ച് തന്നെ ആർക്കും വേണ്ടെന്നുള്ള കണ്ടീഷനിലാണ്. തെരഞ്ഞെടുപ്പിലടക്കം നിങ്ങൾ പ്രചാരണത്തിൽ അടക്കം ഞാൻ ഇവിടെ നാട്ടുകാർ മൊത്തം എതിരായിരിക്കും. കാരണം അങ്ങനെ അതിന് ചെയ്തു വെച്ചേക്കുന്നത്. അത് വോട്ടിന്റെ ഇത് വരുമ്പോൾ അറിയാൻ പറ്റും എന്തോരം വോട്ട് കുറഞ്ഞുണ്ടാവും എന്നുള്ള എല്ലാം. ഞങ്ങൾ ചെയ്തില്ലേലും അതിന്റെ അല്ല, ഞങ്ങൾ വോട്ട് ചെയ്യാനിപ്പോൾ വോട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റുള്ള നാട്ടുകാരെല്ലാവരും തിരിഞ്ഞായിരിക്കും ചെയ്തേക്കുന്നത്. കാരണം ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ. അതാണ് സംഭവം.